പോക്സോ കേസിൽ പ്രതിയായ ഗുണ്ടാ നേതാവിനെ സാഹസികമായി പിടികൂടി പൂജപ്പുര പോലീസ്. പോലീസിനെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതി രണ്ടാം നിലയിൽ നിന്ന് താഴേക്ക് ചാടുകയായിരുന്നു. അനന്തരം വിവരങ്ങളുമായിട്ട് അനന്തൻ, ഈ താഴേക്ക് ചാടിയപ്പോൾ ഇയാൾക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയോ? എങ്ങനെ പിടികൂടി? ദിവിഷ്, തിരുവനന്തപുരം പൂജപ്പുര പോലീസാണ് സാഹസികമായ ഒരു ഗുണ്ടയെ പിടികൂടിയത്. ഇന്നലെ വൈകുന്നേരമാണ് സംഭവം. ഇന്നലെ സന്ധ്യയോടെയാണ് ഈ സംഭവം. പൂജപ്പുര ജംഗ്ഷന് സമീപമുള്ള ഒരു ആളൊഴിഞ്ഞ വീട്ടിലാണ് മുഹമ്മദ് റയീസ് എന്ന് പറയുന്ന ഈ ഗുണ്ട കഴിഞ്ഞിരുന്നത്, ഒളിവിൽ കഴിയുകയായിരുന്നു. ആ വിവരം കിട്ടിയാണ് പൂജപ്പുര പോലീസ് അവിടേക്ക് ഇയാളെ പിടിക്കാൻ വേണ്ടി എത്തിയത്. അപ്പോൾ പോലീസിനെ കണ്ട് ഇയാൾ ആ കെട്ടിടത്തിൻ്റെ രണ്ടാമത്തെ നിലയിൽ നിന്ന് താഴേക്ക് ചാടുകയായിരുന്നു. പിന്നീട് ഇറങ്ങി ഓടുകയൊക്കെ ചെയ്തു. പോലീസുകാർക്കും കൈക്കൊക്കെ പരിക്കുണ്ട്. എങ്കിലും ഓടിച്ച് കീഴ്പ്പെടുത്തി ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു 14 വയസ്സുകാരിയെ പീഡിപ്പിച്ച പോക്സോ കേസിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നത്. മുഹമ്മദ് റയീസ് എന്ന് പറയുന്നത് പൂജപ്പുര മേഖലയിൽ വലിയ ശല്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു ക്രിമിനലാണ് എന്ന് പറയാം. കാരണം നിരന്തരം ഒരുപാട് ശല്യങ്ങൾ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. പിടിച്ചുപറി അടക്കമുള്ള ഒരുപാട് കേസുകളുണ്ട്. അവരുടെ പൂജപ്പുര പോലീസിന്റെ ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ട ആളാണ്. 19 വയസ്സേ ഉള്ളൂ, 18-19 വയസ്സേ ഉള്ളൂ ഈ മുഹമ്മദ് റയീസ് എന്ന് പറയുന്ന ഈ കുറ്റവാളിക്ക്. അപ്പോൾ ഇയാൾ ഇനി ഭാവിയിൽ ഒരു വലിയ കുറ്റവാളിയായി മാറാനുള്ള സാധ്യത പോലീസ് കാണുകയും ചെയ്യുന്നുണ്ട്. ഇയാളുടെ ഒരു രീതി എന്ന് പറയുന്നത്, ഇയാൾ വീട്ടിൽ വരാറില്ല. ഇതുപോലെയുള്ള ഒഴിഞ്ഞ സ്ഥലങ്ങളിലാണ് ഇയാൾ ഒളിവ് താവളമാക്കിയിരിക്കുന്നത്. നേരത്തെ കഴിഞ്ഞ ആഴ്ച ഒരു വാഹന മോഷണവുമായി ബന്ധപ്പെട്ട് ഇയാളെ പോലീസ് അന്വേഷിച്ചിരുന്നു. ആ സമയത്ത് പോലീസിന്റെ വലയിൽ കുടുങ്ങിയതാണ്. പക്ഷേ വാഹനം ഉപേക്ഷിച്ച് ഇയാൾ കടന്നു കളഞ്ഞു. അതിനുശേഷമാണ് ഈ കേസ് വരുന്നത്. ഈ കേസിൽ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇയാളെ പോലീസ് നോക്കി നടക്കുകയായിരുന്നു. അപ്പോഴാണ് രഹസ്യവിവരം കിട്ടിയത് ഇയാൾ പൂജപ്പുര ഒരു ആളൊഴിഞ്ഞ കെട്ടിടത്തിലുണ്ട് എന്നുള്ളത്. അങ്ങനെയാണ് പോലീസ് സംഘം എത്തി. വീട് വളയുമ്പോഴേക്കും, ആ കെട്ടിടം വളയുമ്പോഴേക്കും ഇയാൾ രണ്ടാമത്തെ നിലയിൽ നിന്നിറങ്ങി ചാടി ഓടി രക്ഷപ്പെടാൻ നോക്കുകയായിരുന്നു. പക്ഷേ പോലീസുകാർ വിട്ടില്ല. കൂടെ പാഞ്ഞ് ഇരുട്ടൊക്കെ ആയിരുന്നു. ആ ഇരുട്ടിനെയൊക്കെ അവഗണിച്ച് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദിവിഷ.